Welcome to another video of Engineering Geology. ഫസ്റ്റ് മോഡ്യൂളാണ് എടുത്തുകൊണ്ടിരുന്നത്. നമുക്ക് ഫസ്റ്റ് മോഡ്യൂൾ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ സീ വേവ്സിനെയും കറൻസിനെയും കുറിച്ചും മറൈൻ ഇറോഷൻസിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് നമുക്ക് വേവ്സ് എന്താണെന്ന് നോക്കാം. വേവ്സ് എന്താണെന്ന് നമുക്കറിയാലോ, നമ്മളെല്ലാവരും ബീച്ചിൽ പോകാറുണ്ട്, വേവ്സൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്താണ് വേവ്സ്? സീ വാട്ടറിൻ്റെ സർഫസിലുണ്ടാകുന്ന ഡിസ്റ്റർബൻസിനെയാണ് നമ്മൾ കോമൺലി വേവ്സ് എന്ന് പറയുന്നത്. ആണല്ലോ. എന്തുകൊണ്ട്? ഡ്യൂ ടു ദി സ്ട്രോങ് റഷിങ് വിൻഡ് കൊണ്ടാവാം, അല്ലെങ്കിൽ എർത്ത് ക്വേക്സ് കൊണ്ടാവാം, അട്രാക്ഷൻ ഓഫ് ദി സീ വാട്ടർ ബൈ സൺ ആൻഡ് മൂൺ ആവാം, അതുപോലെ ഗ്രാവിറ്റേഷണൽ പുൾ കൊണ്ടൊക്കെ ആകാം. അങ്ങനെയൊക്കെയാണ് എന്തുണ്ടാകുന്നത്? വേവ്സ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ വാട്ടർ ഡ്രോപ്പും അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ നിന്ന് ഫോഴ്സ്ഫുള്ളി ഒരു മോഷൻ അണ്ടർഗോ ചെയ്യും. ഓക്കെ, എന്തൊക്കെ മോഷനാണ്? സർക്കുലർ മോഷനാവാം, എലിപ്റ്റിക്കലാകാം, അല്ലെങ്കിൽ ഇലോങ്ങേറ്റഡ് ആവാം. ഓക്കെ, അങ്ങനെ ഇറഗുലറായിട്ട് മോഷൻസ് അണ്ടർഗോ ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. During the propagation of a wave, each water drop is disturbed from its original place of rest and forced to follow a motion in circular, ellipsoidal, elongated or irregular orbit before coming to rest again. പിന്നെയും റെസ്റ്റിൽ വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ നിന്ന് മോഷൻ അണ്ടർഗോ ചെയ്യും, ഫോഴ്സ്ഫുള്ളി ഒരു മോഷൻ അണ്ടർഗോ ചെയ്യും. അങ്ങനെയാണ് നമുക്ക് വേവ്സ് കാണാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? അത് ആയിരിക്കും അത് റെസ്റ്റിലോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ വേവ് ആക്ഷൻ വഴി എന്താണ് സംഭവിക്കുന്നത്? വേവ് മൂവ്മെൻറ്റ് കാരണം ഇറോഷനും അതേസമയം തന്നെ ട്രാൻസ്പോർട്ടേഷനും നടക്കും. ഓക്കെ, അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് ഈ സെഡിമെൻസിനെ മൂവ് ചെയ്യും. വേവ്സ് വരുമ്പോൾ അങ്ങനെയാണ് വേവ് ആക്ഷൻ കൊണ്ടുണ്ടാകുന്നത്. അതാണ് ട്രാൻസ്പോർട്ടേഷനും അതേസമയം തന്നെ ഇറോഷനും അവിടെ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ടൈപ്സ് ഓഫ് വേവ്, നമ്മൾ വേവ്സ് കണ്ടിട്ടുണ്ട്. പല വേവ്സിനെ രണ്ട് ടൈപ്പായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഓസിലേറ്ററി വേവും അതുപോലെ ട്രാൻസ്ലേറ്ററി വേവും. രണ്ട് ടൈപ്പ് വേവായിട്ട് നമുക്ക് വേവ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ഓസിലേറ്ററി വേവ് എന്ന് വെച്ചാൽ എന്താ? ഇൻ സച്ച് വേവ് ഈച്ച് പാർട്ടിക്കിൾ മൂവ് ഇൻ എ സർക്കുലർ ഓർബിറ്റ്. സർക്കുലർലി മൂവ് ചെയ്യുന്ന വേവ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓസിലേറ്ററി വേവ്സ് എന്ന് പറയുന്നത്. The waves start from the deep portion of sea. When it reaches the shallow depth portion, these particles cannot follow a perfect circular motion. Okay, consequently, an oscillatory wave rushing towards the shore break at the crust region. അതായത് എന്താണ്? ഡീപ്പ് പോർഷൻ ഓഫ് ദി സീയുടെ ഒരു ഡീപ്പ് പോർഷനിൽ നിന്ന് ഈ വേവ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഒരു ഷോറിലോട്ട് വരും. ഓസിലേറ്ററി മൂവ്മെൻറ്റ് അണ്ടർഗോ ചെയ്ത് ഈ വേവ് റഷ് ചെയ്ത് ഷോറിലോട്ട് വരും. ഷോറിലോട്ട് വരുമ്പോൾ ക്രസ്റ്റ് റീജിയൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റീജിയനിൽ വെച്ച് അത് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ A zone may be identified along the seashore where these waves regularly break is called break zone. ഈ വേവ്സ് ഒക്കെ, അതായത് ഈ റഷ് ചെയ്ത് വരുന്ന വേവ്സ്, ഷോറിലോട്ട് വരുന്ന വേവ്സ് ഒരു പെർട്ടിക്കുലർ സോണിൽ വെച്ച് ബ്രേക്ക് ചെയ്യാറുണ്ട്. ആ ബ്രേക്ക് ചെയ്യുന്ന സോണിന് ബ്രേക്കർ സോൺ എന്നാണ് പറയുന്നത്. ഓസിലേറ്ററി മൂവ്മെൻറ്റ് നമുക്കിതാ ഈ ഫിഗറിൽ കാണുമ്പോൾ മനസ്സിലാവും കുറച്ചുകൂടെ. ഇവിടെ നല്ല ഡെപ്ത് ഉള്ള ഒരു സ്ഥലമാണ്. ഓക്കെ, സീയിൽ വേവ് ബേസ്, ഇതാണ് വേവ് ബേസ് എന്ന് പറയുന്നത്. ഈ ഡെപ്ത് ഉള്ള സ്ഥലത്ത് നിന്ന് ഹൈ വെലോസിറ്റിയിൽ അല്ലെങ്കിൽ നന്നായിട്ട് റഷ് ചെയ്ത് ഓസിലേറ്ററി വേവ്സ് ഷോറിലോട്ട് വരും. ഈ പോയിന്റിലെത്തുമ്പോൾ എന്ത് സംഭവിക്കും? വേവ്സ് ബ്രേക്കായിട്ട് ഷോറിലോട്ട് വെലോസിറ്റി കുറഞ്ഞ് അല്ലെങ്കിൽ മോഷൻ അത്രയ്ക്ക് റഷ് ഇല്ലാതെ പതുക്കെ
അങ്ങോട്ട് ബ്രേക്കായിട്ട് വേവ്സ് ഷോറിലോട്ട് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന വേവ്സിനെയാണ്, അതായത് ഈ മൂവ്മെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, ഓസിലേറ്ററി മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ നമുക്ക് വേവ്സ് ബ്രേക്ക് ചെയ്യുന്നത് കാണാം. വേവ്സ് ഓഫ് ട്രാൻസിഷൻ ബിൽഡ് അപ്പ്, ബ്രേക്ക് ആൻഡ് ബിക്കം സർവ്ഡ് ഫോർ എൻഡിങ് ഓൺ ദി ബീച്ച് ആസ് സ്വാഷ്. സ്വാഷ് എന്ന് വെച്ചാൽ ഇൻകമ്മിങ് വേവ്സ്, അതായത് വേവ്സ് ബീച്ചിലോട്ട് വരുന്നതിനെയാണ് നമ്മൾ സ്വാഷ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ട്രാൻസ്ലേറ്ററി വേവ്സ്? These are typically occur at shallower depth in the sea and thus move along the seashore. സീയിലെ ഷാലോവർ ഡെപ്തിലായിരിക്കും ട്രാൻസ്ലേറ്ററി വേവ്സ് ഉണ്ടാകുന്നത്, അതായത് ഷോറിന് അടുത്തായിരിക്കും ട്രാൻസ്ലേറ്ററി വേവ്സ് ഉണ്ടാകുന്നത്. അതുണ്ടായിട്ട് ഷോറിലോട്ട് വരികയാണ് ചെയ്യുന്നത്. They are commonly produced after the oscillatory wave breaks. ഓസിലേറ്ററി വേവ്സ് ബ്രേക്ക് ആയതിന് ശേഷമാണ് അവിടെ ട്രാൻസ്ലേറ്ററി വേവ്സ് ഉണ്ടാകുന്നത്. Okay, in these waves, the water particles are actually moved or translated forward, rising and falling again and again in this process. Okay, അപ്പോൾ ഈ വേവ്സിൽ എന്താണ്, വാട്ടർ പാർട്ടിക്കിൾസ് ആക്ച്വലി മൂവ്ഡ് ഓർ ട്രാൻസ്ലേറ്റഡ്, മൂവ് ചെയ്യുക അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് ഫോർവേഡ് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരും. അതായത് റൈസിങ് ആൻഡ് ഫോളിങ്, എഗെയിൻ ആൻഡ് എഗെയിൻ റൈസും ഫോളും ചെയ്തത് ഷോറിലോട്ട് വരികയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കറൻസ്. ദീസ് ആർ ലെയേഴ്സ് ഓഫ് സ്ട്രിപ്സ് ഓഫ് സീ വാട്ടർ ദാറ്റ് ആർ ആക്ച്വലി പുഷ്ഡ് ഫോർവേഡ് ഇൻ എനി പെർട്ടിക്കുലർ ഡയറക്ഷൻ. അതായത് എന്താണ്, ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലോട്ട് പുഷ് ചെയ്യുന്ന സീ വാട്ടർ. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കറണ്ട് എന്ന് പറയുന്നത്. ഇൻ മോസ്റ്റ് കേസസ് sea currents are the result of dissipation of extra volume of water thrust on the shore by the advancing waves. എന്ന് വെച്ചാൽ എന്താണ്, മോസ്റ്റ്ലി എക്സ്ട്രാ വോളിയൂം ഓഫ് വാട്ടർ ഷോറിൽ ഡെസിപ്പേറ്റ് ചെയ്യുന്നതാണ് സീ കറൻസിന് കാരണമെന്ന് പറയുന്നത്. ഓക്കെ, സീ കറൻസ് എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ് ഉണ്ട്. ലിറ്ററൽ കറണ്ട് എന്നും അതുപോലെ റിപ്പ് കറണ്ട് എന്നും നമ്മൾ സീ കറൻസിനെ പറയാറുണ്ട്. അപ്പോൾ ആദ്യം എന്താണ് ലിറ്ററൽ കറണ്ട്? These are bodies of sea water of considerable volume moving along and parallel to the shore. ഷോറിലോട്ട് വേവ് മൂവ്മെൻ്റ് ആണ്, അതായത് ഷോറിലോട്ടുള്ള വേവ് മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്താ ലിറ്ററൽ കറണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഫിഗർ നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് മനസ്സിലാവും. ലോങ് ഷോ കറൻസ് മൂവ്മെൻറ്റും അതിൻ്റെ ഡയറക്ഷനും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകാൻ പറ്റും ഫിഗർ കാണുമ്പോൾ. ഇപ്പോൾ ലിറ്ററൽ കറണ്ടിന് എന്തൊക്കെയാണ്, ലോങ് ഷോർ ഡ്രിഫ്റ്റ് എന്നും അതുപോലെ ഓഫ് ഷോർ ഡ്രിഫ്റ്റ് എന്നും പറയും. ലോങ് ഷോർ ഡ്രിഫ്റ്റ് എന്താണ്, ഷോറിലോട്ട് മെറ്റീരിയൽ ട്രാൻസ്പോർട്ട് ചെയ്ത് ചെയ്യുന്ന ആ പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, ലോങ് ഷോർ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്, റിപ്പ് കറൻറ്റ്. These are bodies of sea water moving backward to sea after having reached and struck the seashore. വേവ്സ് അല്ലെങ്കിൽ കറൻസ് സീഷോറിൽ വന്നതിന് ശേഷം തിരിച്ച് പോവാറില്ലേ, വാട്ടർ തിരിച്ച് പോകില്ലേ സീ വാട്ടർ, അതിനെയാണ് റിപ്പ് കറണ്ട് എന്ന് പറയുന്നത്. സീഷോറിൽ വന്നതിന് ശേഷം ഈ വാട്ടർ വേവ്സ് സീഷോറിൽ വന്നതിന് ശേഷം തിരിച്ച് പോകുന്നതിന് എന്താ പറയുന്നത്, റിപ്പ് കറണ്ട് എന്നാണ് പറയുന്നത്. They often move below the surface of the sea and reach varying distance up to the middle of the sea. സീയുടെ സർഫസിലൂടെ മൂവ് ചെയ്ത് അതിൻ്റെ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ വരെ, അതായത് മിഡിൽ ഓഫ് ദി സീ അത് റീച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ these are believed to represent that part of sea wave which has been unable to form a part of the literal കറണ്ടിൽ പാർട്ടാകാൻ പറ്റാത്ത സീ വേവ്സിനെയാണ് ഇത് റെപ്രസെൻറ്റ്
ചെയ്യുന്നത്, അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ബട്ട് ഡ്രിപ്പ് കറൻറ്റ് ഡെവലപ്മെൻറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലിറ്ററൽ കറൻറ്റ്. ഡ്രിപ്പ് കറൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ലിറ്ററൽ കറൻറ്റിനെ എഫക്റ്റ് ചെയ്യില്ല. അതായത് ലിറ്ററൽ കറൻറ്റിൻ്റെ എഫക്റ്റ് കൊണ്ടായിരിക്കില്ല എന്തുണ്ടാകുന്നത്, ഡ്രിപ്പ് കറൻറ്റ് ഉണ്ടാകുന്നത്. ഇങ്ങനെയായിരിക്കും ഡ്രിപ്പ് കറൻറ്റ് ഉണ്ടാകുന്നത്. ഇപ്പം മനസ്സിലായി കാണും കറക്റ്റായിട്ട് എന്താണെന്ന്. Okay, these are powerful currents of water moving away from shore. They can sweep even the strongest swimmer away from shore if at all possible swim near a lifeguard. Okay, അതവിടെ കോഷൻ കൊടുത്തിരിക്കുന്നതാണ്. എന്താണ്, ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആൻഡ് പവർഫുൾ കറണ്ട് ആണ് മൂവിങ് അവേ ഫ്രം ഷോറിൽ നിന്ന് മൂവ് ചെയ്യുന്ന സ്ട്രോങ്ങസ്റ്റ് ആൻഡ് പവർഫുൾ കറണ്ടിനാണ് എന്തെന്ന് പറയുന്നത്, റിപ്പ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് സീയിൽ ഇങ്ങനെ കാണാൻ പറ്റും റിപ്പ് കറണ്ട്. നെക്സ്റ്റ് വൺ എന്താണ്, മെറൈൻ ഇറോഷൻ. മെറൈൻ വാട്ടർ ഇറോഡ് ചെയ്യുന്നത് മെയിൻലി നമുക്കിപ്പോൾ 3 ടൈപ്പായിട്ട് മെറൈൻ വാട്ടറിൻ്റെ ഇറോഷനെ പറയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഹൈഡ്രോളിക് ആക്ഷൻ. ദാറ്റ് ഈസ് ബൈ ഇറ്റ്സ് വെരി ഹൈ വേവ് വെലോസിറ്റി ആണ് ഹൈഡ്രോളിക് ആക്ഷന് കാരണം. ഹൈഡ്രോളിക് ആക്ഷൻ വഴി മെറൈൻ ഇറോഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. സെക്കൻഡ് വൺ എന്താണ്, അബ്രേഷൻ. സീ വാട്ടർ ക്യാരീസ് ലോട്ട് ഓഫ് സെഡിമെൻറ്റ് പാർട്ടിക്കിൾ ഡ്യൂറിങ് ഇറ്റ്സ് മോഷൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേവ്സ് വരുമ്പോൾ എന്താണ്, വേവ്സ് ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടാണ് വരുന്നത്. എന്തിനെ, സെഡിമെൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യും വേവ്സ് ഫോം ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ സീ വാട്ടർ ലോട്ട്സ് ഓഫ് സെഡിമെൻറ്റ് പാർട്ടിക്കിൾസിനെ ക്യാരി ചെയ്യുന്നുണ്ട്. ദീസ് സെഡിമെൻറ്റ് പാർട്ടിക്കിൾസ് ഹാവ് ഇറോസീവ് പവർ ടു ഇറോഡ് ദി ഷോർ. ഈ ക്യാരി ചെയ്യുന്ന സെഡിമെൻറ്റ് പാർട്ടിക്കിൾസ് തന്നെ വരുമ്പോൾ എന്താണ്, ഷോറിനെ ഇറോഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും ഇത്. അല്ലെങ്കിൽ എന്താണ്, സീ വേവ്സ് ഷോറിലോട്ട് വരുമ്പോൾ അതിന് ഇറോഷൻ്റെ പവർ അതിന് കൂടുതലായിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കൊറോഷൻ. സീ വാട്ടർ ഈസ് സാലിഷ്, സോ ഡ്യൂ ടു ഇറ്റ്സ് കെമിക്കൽ പ്രോപ്പർട്ടി ഇറ്റ് അഡ്വേഴ്സ്ലി എഫക്ട് ദി ഷോ മെറ്റീരിയൽ. സാലിഷ് എന്ന് വെച്ചാൽ എന്താണ്, സെലൈൻ ആയിരിക്കും. സീ വാട്ടർ സെലൈൻ നേച്ചറാണെന്ന് നമുക്കറിയാം. സോ അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി കാരണം അത് സീഷോറിൻ്റെ മെറ്റീരിയലിനെ എഫക്റ്റ് ചെയ്യും. അതുപോലെ കൊറോഷനും അവിടെ നടക്കും. മെറൈൻ ഇറോഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് മെറൈൻ ഇറോഷൻ. Continued marine erosion result in considerable or even total modification of the original shoreline. കണ്ടിന്യൂസ് ആയിട്ട് ഇറോഷൻ നടന്നുകൊണ്ടിരുന്ന എന്ത് ചെയ്യും, ഒറിജിനൽ ഷോർ ലൈനിനെ അത് മോഡിഫൈ ചെയ്യും. എന്നുവെച്ചാൽ ഇറോഷൻ നടക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ മണ്ണ് അവിടെ എന്താണ് കൊണ്ട് നിറയുമായിരിക്കും. എന്താണ്, വേവ്സ് മണ്ണകത്തുനിന്ന് അല്ലെങ്കിൽ സെഡിമെൻറ്റ്സ് ഷോറിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ്, ഷോറിൻ്റെ ഷോറിലുള്ള സെഡിമെൻറ്റ്സ് അത് എടുത്തുകൊണ്ട് പോവാം. ഓക്കെ, അപ്പം ഒറിജിനൽ ഷോർ ലൈനിനെ മോഡിഫൈ ചെയ്യും മെറൈൻ ഇറോഷൻ നടക്കുമ്പോൾ. സം വെരി കോമൺ ഫീച്ചേഴ്സ് ഓഫ് മെറൈൻ ഇറോഷൻ ആർ ഹെഡ്ലാൻഡ്സ്, ബേസ്, സീ ക്ലിഫ്, വേവ് കട്ട് ടെറസ് എക്സെട്ര. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് മെറൈൻ ഇറോഷൻ നടന്ന് കഴിയുമ്പോൾ നമുക്ക് സീ ഷോറിൽ കാണാൻ പറ്റുന്ന ഫീച്ചേഴ്സ്. എന്തൊക്കെയാണ്, ഹെഡ്ലാൻഡ്സ് കാണാൻ പറ്റും, അതുപോലെ ബേസ് ഉണ്ടാക്കും. മെറൈൻ ഇറോഷൻ കാരണമാണ് ബേസ് ഉണ്ടാകുന്നത്. സീ ക്ലിഫ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, മെറൈൻ ഇറോഷൻ കാരണമാണ്. അതുപോലെ വേവ് കട്ട് ടെറസസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അതും മെറൈൻ ഇറോഷൻ കാരണമാണ്. ഹെഡ്ലാൻഡ്സ് ആൻഡ് ബേസ്. Okay, in an originally uniformly sloping shoreline composed of materials of unequal hardness, the softer rocks get eroded easily and quickly. ഒരു യൂണിഫോം സ്ലോപ്പി ഷോർലൈൻ ഉണ്ടെങ്കിൽ അവിടെയുള്ള സോഫ്റ്റ് റോക്സ് എന്താണ് പെട്ടെന്ന് ഇറോഡ് ചെയ്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് സോഫ്റ്റ് റോക്സിനായിരിക്കും ഇറോഷൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇറോഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ സീ വാട്ടർ എൻറ്റേഴ്സ് ദി ഇൻലാൻഡ് സ്പേസ്, സോ ക്രിയേറ്റ് അലോങ് ദി ഷോർ. സീ വാട്ടർ എന്താണ് ഈ ഇൻലാൻഡ് സ്പേസിലോട്ട് വന്നിട്ട് അവിടെ
ഇറോഷൻ നടന്ന് അവിടെ ഉണ്ടാക്കുന്ന ആ ഒരു സ്ട്രക്ചറിനാണ് എന്താണ്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്നതാണ് ബേസ് എന്ന് പറയുന്നത്. The stronger rocks, however, resist erosion to a great extent and stand outstanding for a considerable time. റോക്ക് സ്ട്രോങ് ആണെങ്കിൽ അതിന് ഇറോഷൻ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കാണും. ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് അത് ഇറോഷനെ റെസിസ്റ്റ് ചെയ്തിട്ടായിരിക്കും അവിടെ നിൽക്കുന്നത്. സോ ദീസ് മേക്ക് ഇറ്റ് സ്മൂത്ത് ആൻഡ് വേരിയസ്ലി modified but still stand as projecting part of natural shoreline as headlands. ഓക്കെ, അത് ദീസ് മേക്ക് ഇറ്റ് സ്മൂത്ത് ഉണ്ട്, അത് സ്മൂത്തൻ ആവാനും അതിന് ചാൻസ് ഉണ്ട്. ആൻഡ് വേരിയസ്ലി മോഡിഫൈഡ് ബട്ട് സ്റ്റിൽ സ്റ്റാൻഡ് ആസ് പ്രൊജക്റ്റിംഗ് പാർട്ട്. അത് പ്രൊജക്റ്റിംഗ് പാർട്ടായിട്ട് സ്മൂത്ത് ആയാലും അതവിടെ പ്രൊജക്റ്റിംഗ് പാർട്ടായിട്ട്, അതായത് ഒറിജിനൽ ഷോർ ലൈനിൽ പ്രൊജക്റ്റിംഗ് പാർട്ടായിട്ട് അതവിടെ നിൽക്കും. ഓക്കെ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഹെഡ്ലാൻഡ്സ് ആൻഡ് ബേസ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇങ്ങനെയാണ് ബേസ് ഉണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഹാർഡ് റോക്സ് എന്താണ്, സോഫ്റ്റ് ആവും, എന്നാലും അതവിടെ ഹെഡ്ലാൻഡായിട്ട് അതവിടെ നിൽക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, സോഫ്റ്റ് റോക്സ് ഉള്ള പോർഷനായിരിക്കും ഇത്. അപ്പോൾ ഇതാണ് ബേ ആയിട്ട് മാറിയത്. ഇനി എന്താണ് സീ ക്ലിഫ്? സീ ക്ലിഫ് എന്ന് വെച്ചാൽ എന്താ? സീ ക്ലിഫ് ഈസ് എ seaward facing steep front of a moderately high shoreline and indicate the first stage of the work of wave on the shore rocks. There may be a number of sea cliffs shown on shoreline. ഷോർലൈനിൽ ഇതുപോലെ ഇറോഷൻ കാരണം അവിടെ ഉണ്ടാകുന്നതാണ് സീ ക്ലിഫ് എന്ന് പറയുന്നത്. നേരത്തെ ഫിഗറിൽ സീ ക്ലിഫ് ഉണ്ടായിരുന്നു, കണ്ടില്ലേ? ഇവിടെ ഇതാണ് ക്ലിഫ് എന്ന് പറയുന്നത്. ഈ പോർഷൻ, ഈ എൻ പോർഷൻ, അതാണ് ക്ലിഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഷോറിലെ റോക്കിൽ വേവ്സ് ഉണ്ടാക്കുന്ന ആദ്യത്തെ വർക്ക്, അതായത് ആദ്യം വേവ്സ് അവിടെ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അതുവഴിയാണ് എന്തുണ്ടാകുന്നത്, സീ ക്ലിഫ് ഉണ്ടാകുന്നത്. They are outstanding rock projections having been smoothened here and plucked there, pitted at one place and polished at another spot by a combined action of waves and current. വേവ്സിൻ്റെയും കറൻസിൻ്റെയും എന്താണ് കമ്പൈൻഡ് ആക്ഷൻ വഴി ഉണ്ടാകുന്ന ഒരു പ്രൊജക്ഷൻ, ഔട്ട്സ്റ്റാൻഡിങ് പ്രൊജക്ഷനാണ് എന്ത്, സീ ക്ലിഫ് എന്ന് പറയുന്നത്. ദിസ് ക്ലിഫ് may ultimately be worn due to continued undercutting by the action of വേവിൻ്റെ ആക്ഷൻ കാരണം എന്താണ്, ക്ലിഫ് വോൺ ചെയ്തുകൊണ്ട് ഇരിക്കും. ഓക്കെ, ദസ് ഷോർലൈൻ ഈസ് റെഡ്യൂസ്ഡ് ടു എ സ്മൂത്ത് ഫ്രീ ഫ്രം ഇറഗുലാരിറ്റീസ് സീവേർഡ് സ്ലോപ്പിംഗ് സർഫസ് കോൾഡ് എന്താണ്, ക്ലിഫ്. ഇതിനെയാണ് നമുക്കിപ്പോൾ ക്ലിഫ് എന്ന് പറയുന്നത്. മനസ്സിലായി കാണും കറക്റ്റായിട്ട് ക്ലിഫ് എന്താണെന്ന്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്, വേവ് കട്ട് ടെറസസ്. Wave cut terrace is a shallow shelf-type structure carried out from the shore rock by the advancing sea waves. Sea waves-ൻ്റെ എഫക്റ്റ് കാരണം ഉണ്ടാകുന്നത്, റോക്സിലുണ്ടാകുന്ന ഒരു ഷാലോ സെൽഫ് ടൈപ്പ് സ്ട്രക്ചറിനെയാണ് എന്തെന്ന് പറയുന്നത്, വേവ് കട്ട് ടെറസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, the wave first of all cut a notch where they strike against a cliff rock again and again. ക്ലിഫ് റോക്കിൽ ഈ വേവ് സ്ട്രൈക്ക് ചെയ്യുന്ന സ്ഥലം എവിടെയാണോ ആ സ്ഥലത്തൊരു നോച്ച് ലൈക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു നോച്ച് അവിടെ ഉണ്ടാക്കും. ഓക്കെ, ദ നോച്ച് ഈസ് ഗ്രാജുവലി എക്സ്റ്റെൻഡഡ് ബാക്ക്വേർഡ് ടു സച്ച് എ ഡെപ്ത് ബിലോ ദി ഓവർലൈയിങ് റോക്ക്. ഈ ഗ്രാജുവലി ഈ നോച്ച് എന്താണ്, ബാക്കിലോട്ടത് എക്സ്റ്റെൻഡ് ചെയ്യും. ദാറ്റ് ലേറ്റർ ബിക്കംസ് അൺസപ്പോർട്ടഡ് ഫ്രം ബിലോ. ഓക്കെ, അത് ലേറ്റർ പിന്നെന്താണ്, അത് അൺസപ്പോർട്ടഡ് ഫീച്ചറായിട്ട് അല്ലെങ്കിൽ അൺസപ്പോർട്ടഡ് ആയിട്ട് ആ സംഭവം അവിടെ നിൽക്കും. ദ ക്ലിഫ് ഇവൻച്വലി ഫോൾ ഡൗൺ അലോങ് ദി നോച്ച്. ഈ നോച്ചിൻ്റെ കൂടെ എന്താണ്, ഇവൻച്വലി ക്ലിഫ് ഫോൾ ഡൗൺ ചെയ്യും.
A platform or bench is thus created over which the sea water may rush temporarily and periodically. അപ്പോൾ എന്താണ്, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും, സീ വാട്ടറിനെ ടെമ്പററിലി ആൻഡ് പീരിയോഡിക്കലി റഷ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ബെഞ്ച് അവിടെ ക്രിയേറ്റഡ് ആവും. ദ റിസൾട്ടിങ് സ്ട്രക്ചർ ഈസ് ഓഫൺ കോൾഡ് എ വേവ് കട്ട് ടെറസ്. അങ്ങനെ ഉണ്ടാകുന്ന സ്ട്രക്ചറിനെയാണ് എന്തെന്ന് പറയുന്നത്, വേവ് കട്ട് ടെറസ് എന്ന് പറയുന്നത്. എ പ്ലാറ്റ്ഫോം ഓർ സിംപ്ലി എ ബെഞ്ച്. ഓക്കെ, ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ സീ ക്ലിഫാണ് ഇവിടെ കാണുന്നത്. സീ ക്ലിഫിൻ്റെ താഴെ എന്തുണ്ടാക്കും, ഒരു നോച്ച് ലൈക്ക് സ്ട്രക്ചറിൽ ഒരു നോച്ച് ഉണ്ടാക്കും. ഓക്കെ, ഇങ്ങനെയാണ് അവിടെ നോച്ച് ഉണ്ടാകുന്നത്. ഇതാണ് വേവ് കട്ട് ടെറസ് എന്ന് പറയുന്നത്. ഇപ്പോൾ മനസ്സിലായി കാണും നോച്ച്ഡ് ക്ലിഫും ടെറസ് എങ്ങനെയാണെന്നൊക്കെ. അതായത് ഇവിടെയാണ് സീ ക്ലിഫ്, അതുപോലെ നോച്ച്ഡ് ക്ലിഫ്, അതുപോലെ ഇതാണ് ടെറസ്. ഇപ്പോൾ ഒരു ഐഡിയ എന്തായാലും കിട്ടിക്കാണും. ഓക്കെ, അടുത്തതായിട്ട് മെറൈൻ ഡെപ്പോസിഷൻ, ലാൻഡ് ഫോംസ് ഓൺ കോസ്റ്റ്. മെറൈൻ ഡെപ്പോസിഷൻ കാരണം കോസ്റ്റിൽ പല പല ലാൻഡ് ഫോംസ് ഉണ്ടാവും. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, മെറൈൻ ഡെപ്പോസിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. Seas are regarded as the most important and extensive sedimentation basin. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെഡിമെൻറ്റേഷൻ ബേസിൻ ആയിട്ടാണ് നമ്മൾ സീയിനെ കണക്കാക്കുന്നത്. ദിസ് ബിക്കംസ് എവിഡൻറ്റ് ഫ്രം ദി ഫാക്ട് ദാറ്റ് മെറൈൻ ഡെപ്പോസിറ്റ്സ് ഓഫ് പെർട്ടിക്കുലർലി ഓൾ ദി ജിയോളജിക്കൽ ഏജസ് ആർ നോൺ ടു ഒക്കർ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ്. നമുക്ക് എന്താണ്, വേൾഡിൽ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ് നോക്കിയാൽ നമുക്ക് മെറൈൻ ഡെപ്പോസിറ്റ്സ്, അതായത് മെറൈൻ ഡെപ്പോസിറ്റ്സ് കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരുപാട് ജിയോളജിക്കൽ ജിയോളജിക്കൽ സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. ഓക്കെ, അതായത് പല പല സമയത്ത് ഓരോ ജിയോളജിക്കൽ ഏജസിലുണ്ടായ മറൈൻ ഡെപ്പോസിറ്റ്സ് കൊണ്ടുണ്ടായ ലാൻഡ് ഫോംസ് അല്ലെങ്കിൽ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. These deposits are exposed at many places in almost all the continent. ഓൾമോസ്റ്റ് എല്ലാ കോണ്ടിനെൻറ്റിലും നമുക്ക് ഈ ഡെപ്പോസിറ്റ്സ് എക്സ്പോസ്ഡ് ആണ്, അതായത് നമുക്ക് അതിനെയൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഓൾ ദി മറൈൻ ഡെപ്പോസിറ്റ്സ് ഓർ ലാൻഡ് ഫോംസ് ആർ കൺവീനിയൻ്റ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 2 groups. ഈ മറൈൻ ഡെപ്പോസിറ്റ്സ് അല്ലെങ്കിൽ അതിനെന്താണ് ലാൻഡ് ഫോംസ് എന്ന് പറയും. ഈ ലാൻഡ് ഫോംസിനെ 2 ഗ്രൂപ്പിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഷാലോ വാട്ടർ ഡെപ്പോസിറ്റും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡീപ്പ് വാട്ടർ ഡെപ്പോസിറ്റ്സും ആണ്. ഓക്കെ, ഷാലോ വാട്ടർ ഡെപ്പോസിറ്റ്സ്. ഓക്കെ, അതിന് നമ്മൾ നെററ്റിക് ഡെപ്പോസിറ്റ്സ് എന്ന് പറയും. ഇതെന്താണെന്ന് വെച്ചാൽ സീയുടെ നെററ്റിക് സോണിലുള്ള ഡെപ്പോസിറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണിത്. ഓക്കെ, വിച്ച് എക്സ്റ്റെൻഡ്സ് ഫ്രം ലോവസ്റ്റ് ടൈഡ് റീജിയൻ ടു കോണ്ടിനെൻ്റൽ ഷെൽഫ് വെയർ സ്റ്റീപ്പർ സ്ലോപ്സ് ആർ സീൻ. ഓക്കെ, സീയുടെ നെററ്റിക് റീജിയനിലുള്ള ഡെപ്പോസിറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, ഷാലോ വാട്ടർ ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. ഇത് ലോ ടൈഡ് ലിമിറ്റ്, അതായത് ലോ ടൈഡിൻ്റെ ലിമിറ്റ്, ലോ ടൈഡ് റീജിയൻ മുതൽ കോണ്ടിനെൻ്റൽ ഷെൽഫ് വരെയാണ് അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. എവിടെ സ്റ്റീപ്പർ സ്ലോപ്സ് ഒക്കെ കാണുന്ന ആ റീജിയൻ വരെ എന്ത് ചെയ്യും, ഇത് എക്സ്റ്റെൻഡ് ചെയ്യും. ഓക്കെ, the material that goes into the making of shallow water deposit is shallow water deposit ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, മെറ്റീരിയൽസ് എവിടെ നിന്നാണ് കിട്ടുന്നത്, ലാൻഡിൽ നിന്നും അതുപോലെ ഷോർ റോക്സിൽ നിന്നുമാണ് മെറ്റീരിയൽസ് കിട്ടുന്നത്. മോസ്റ്റ്ലി ത്രൂ ദ ആക്ഷൻ ഓഫ് വേവ് ആക്ഷൻ വഴിയാണ് ഷാലോ വാട്ടർ ഡെപ്പോസിറ്റ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഡെപ്പോസിറ്റ് അവിടെ ആവുന്നത്. ഓക്കെ, ബിസൈഡ്സ് ദീസ് സെഡിമെൻറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് മെറൈൻ ഓർഗാനിസംസ് collectively known as benthos also contribute greatly as a source material for making the shallow water marine deposit. ഓക്കെ, ബെന്തോസ് എന്ന് പറയുന്ന ഒരു മെറൈൻ ഓർഗാനിസവും ഉണ്ട്, അതും ഷാലോ വാട്ടർ ഡെപ്പോസിറ്റ്സിനോട് ഡെപ്പോസിറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നെർട്ടിക് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഷാലോ വാട്ടർ ഡെപ്പോസിറ്റിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്, ബീച്ചസ് വരും, അതുപോലെ സ്പിറ്റ്സ് വരും, അതുപോലെ ബാർസ് ഉണ്ട്, അതുപോലെ ടോംബ്ലോസ് ഉണ്ട്. ഇതൊക്കെ ഷാലോ വാട്ടർ ഡെപ്പോസിറ്റ്സിന് എക്സാമ്പിളാണ്. ആദ്യം ഫസ്റ്റ് വൺ എന്താണ്, ബീച്ചസ്. These are loose deposits made by the sea near the shore from the materials eroded from nearby region. നിയർബൈ റീജിയനിൽ നിന്നുള്ള മെറ്റീരിയൽ ഇറോഡ് ചെയ്തിട്ട് ഷോറിൽ ഉണ്ടാക്കുന്ന ഒരു
എന്താണ് ഫീച്ചറാണ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറാണ് എന്തെന്ന് പറയുന്നത്, ബീച്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ബീച്ചസ് കണ്ടിട്ടുള്ളതാണ് അല്ലേ. The lower margin of a beach is commonly beneath the waves, whereas the upper margin is a few meters above the still water. സ്റ്റിൽ വാട്ടറിൻ്റെ ഫ്യൂ റീജിയൻ മുകളിലായിരിക്കും എന്താണ് അപ്പർ വാട്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അപ്പർ മാർജിൻ എന്ന് പറയുന്നത്. ലോവർ മാർജിൻ എവിടെയായിരിക്കും, ബെനിത്ത് ദി വേവ്സ്, വേവ്സിൻ്റെ താഴെയായിരിക്കും എന്തെന്ന് പറയുന്നത്, ലോവർ മാർജിൻ എന്ന് പറയുന്നത്. വേവ്സ് ആൻഡ് കറൻറ്റ്സ് പ്ലേ എ ഗ്രേറ്റ് പാർട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബീച്ച്. ബീച്ച് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, വേവ്സിൻ്റെയും കറൻസിൻ്റെയും ആക്ഷൻ വഴിയാണ് ഒരു ബീച്ചായിട്ട് വരുന്നത്. ഓക്കെ, streams entering the sea generally drop their load at some distance from the shore into the sea. ഓക്കെ, അത് അതിൻ്റെ ലോഡ് എന്താണ്, സ്ട്രീംസ്, അതായത് സീയിലോട്ട് വരുന്ന സ്ട്രീംസ് അതിൻ്റെ ലോഡ് എന്താണ്, കുറച്ച് ഡിസ്റ്റൻസിൽ, അതായത് ഷോറിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യും, അതവിടെ ഡ്രോപ്പ് ചെയ്യും. A part of these sediments is brought back into the shore by the advancing wave that deposit them there due to a reduction in velocity. അപ്പോൾ ഇതെന്ത് ചെയ്യും, അതായത് ഈ വേവ്സ് എന്ത് ചെയ്യും, ഈ ഡെപ്പോസിറ്റ്സിനെ ഷോറിലോട്ട് ബ്രോഡ് ബാക്ക് ചെയ്യും. ഓക്കെ, ബീച്ച് ഫോർമേഷൻ ഈസ് വെരി മച്ച് ഫേവേർഡ് വെൻ ദി കോണ്ടിനെൻ്റൽ ഷെൽഫ് ഹാസ് എ ജെൻറൽ സ്ലോപ്പ്. കോണ്ടിനെൻ്റൽ ഷെൽഫിന് ഒരു ജെൻറൽ സ്ലോപ്പ് ഉണ്ടെങ്കിൽ ബീച്ച് ഫോർമേഷൻ പെട്ടെന്ന് ഈസി ആവും. മച്ച് ഫേവർ ചെയ്യുന്നത് എന്താണ്, ഇവിടെ സ്ലോപ്പ് ഉണ്ടെങ്കിലാണ്, സ്ലോപ്പി റീജിയൻ ആണെങ്കിലാണ് ബീച്ച് ഫോർമേഷന് എന്താണ് ഫേവർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞത് സ്പിറ്റ് ആൻഡ് ബാർ. These are rich shaped deposits of sand and shingles that often extend across the embayments. ഓക്കെ, ഇതെന്താണ്, റിച്ച് ഷേപ്പിലുള്ള ഡെപ്പോസിറ്റ്സ് ആണ്, അതായത് സാൻഡിൻ്റെയും ഷിംഗിൾസിൻ്റെയൊക്കെ റിച്ച് ഷേപ്പിലുള്ള ഡെപ്പോസിറ്റിനെയാണ് സ്പിറ്റ് അല്ലെങ്കിൽ ബാർ, സ്പിറ്റ് എന്നും ബാർ എന്നൊക്കെ പറയുന്നത്. A spit is formed somewhat in this way. സ്പിറ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നോക്കാം. When a sediment laden shore current come near any embayment on the coast, there is strong tendency for it to keep its normal course rather than to follow the shoreline of the embayment. അപ്പം എന്താണ്, നോർമൽ ആവാനുള്ള ടെൻഡൻസി ആയിരിക്കും അതിന് കൂടുതൽ. ഓക്കെ, അതായത് ഷോർ ലൈനിനെ, അതായത് എംബൈമെൻറ്റിൻ്റെ എന്താണ് ഷോർ ലൈനിനെ ഫോളോ ചെയ്യുന്നതിനേക്കാളും ഒരു എന്താണ് നോർമലായിട്ട് കൊണ്ടുപോകാനായിരിക്കും അവിടെ ടെൻഡൻസി കൂടുതലായിട്ടുള്ളത്. ഹെൻസ് ഇറ്റ് മൂവ് ത്രൂ ഡീപ്പർ ആൻഡ് ക്വൈറ്റർ വാട്ടർ where it lay down much as its sediments. സോ എന്ത് ചെയ്യും, ഡീപ്പർ ആൻഡ് ക്വൈറ്റർ വാട്ടറിലോട്ട് പോയിട്ട് അവിടെ എന്തായി സെഡിമെൻറ്റ്സ് അവിടെ ലേ ഡൗൺ ചെയ്യും. ഓക്കെ, this process may result in an incomplete ridge in continuity with the shore but terminating in open water. ഈ പ്രോസസ്സ് എങ്ങനെയാണ്, ഒരു ഇൻകംപ്ലീറ്റ് റിഡ്ജ് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാക്കുന്നത്, ഇൻ കണ്ടിന്യൂറ്റി. ഓക്കെ, അപ്പോൾ ഈ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്പിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, when the ridge so formed in the above manner closes the mouth of the embayment completely, it is known as bar. ഈ ഇങ്ങനെ ഉണ്ടാകുന്ന സ്പിറ്റ് എന്താണ് എംബേമെൻറ്റിൻ്റെ മൗത്തിനെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ബാർ എന്ന് പറയുന്നത്. ഓക്കെ, സ്പിറ്റ് ഫോർമേഷനാണ് കാണിക്കുന്നത്. എഴുതിയിരിക്കുന്ന വായിക്കാൻ പറ്റുന്നില്ല, പക്ഷേ ഫിഗർ നോക്കുമ്പോഴത്തേക്ക് അത് മനസ്സിലാവും. ഇതിൻ്റെ മൂവ്മെൻറ്റും ആരോസ് വെച്ച് നോക്കിയാൽ മതി, സ്പിറ്റ് ഫോർമേഷൻ എങ്ങനെയാണെന്ന് ചെറിയൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഫോർമേഷൻ ഓഫ് ബാർ, ഇങ്ങനെയാണ് ബാർ ഉണ്ടാകുന്നത്. ഇപ്പം ചെറിയൊരു ഐഡിയ കിട്ടിക്കാണും, ഇപ്പം മനസ്സിലായി കാണും ഒറിജിനലി സ്പിറ്റും ബാറും എങ്ങനെയായിരിക്കും സീയിൽ അല്ലെങ്കിൽ സീഷോർ ആ ഇതിൽ കാണുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കാണും ഇപ്പം, അല്ലേ.
ഇനി എന്താണ് ടോംബ്ലോസ്? ടോംബ്ലോസ് എന്ന് വെച്ചാൽ എന്താ? It is a form of bar that connect a headland and an island or one island with another island. ഒരു ഐലൻഡിനെയും മറ്റൊരു ഐലൻഡിനെയും കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഹെഡ്ലാൻഡിനെയും ഒരു ഐലൻഡിനെയായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ബാറിനെയാണ് എന്തെന്ന് പറയുന്നത്? ടോംബ്ലോസ് എന്ന് പറയുന്നത്. ടോംബ്ലോ ഈസ് ഡെവലപ്ഡ് ഇൻ ദ സെയിം വേ ആസ് സ്പിറ്റ് ഓർ ബാർ. അതായത് സ്പിറ്റും ബാറും ഡെവലപ്പ് ചെയ്യുന്ന അതേ രീതിയിലാണ് ടോംബ്ലോസും എന്ത് ചെയ്യുന്നത്? ഡെവലപ്പ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ബൈ ദ ഡെപ്പോസിഷൻ ഓഫ് മെറ്റീരിയൽ ക്യാരിഡ് എവേ ബൈ ദി കറണ്ട് ക്യാരി എവേ ചെയ്യുന്ന മെറ്റീരിയൽസ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ടോംബ്ലോസും ഉണ്ടാകുന്നത്. ഈ ഫിഗറിൽ ഇപ്പോൾ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണാൻ പറ്റും. അതായത് ഇവിടെ ഒരു ഐലൻഡ് ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു ഹെഡ്ലാൻഡ് ഉണ്ട്. ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ടോംബ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബാർ. ഓക്കെ, അതുപോലെ ഇതാണ് സ്പിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഷാലോ വാട്ടർ ഡെപ്പോസിറ്റ്സ് ആണ് ഇത്രയും നേരം നോക്കിയത്. നമുക്ക് ഡീപ്പ് വാട്ടർ ഡെപ്പോസിറ്റ്സ് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഡീപ്പ് വാട്ടർ ഡെപ്പോസിറ്റ്സ്? ദീസ് ഡെപ്പോസിറ്റ്സ് കൺസിസ്റ്റ് മോസ്റ്റ്ലി ഓഫ് മഡ് ആൻഡ് ഊസസ്. ഊസസ് എന്ന് വെച്ചാൽ എന്താണ്? അസി ഓർഗാനിസമാണ് ഊസ് എന്ന് പറയുന്നത്. മഡും ഊസും കണ്ടെയ്ൻ ചെയ്യുന്ന, അതായത് കൺസിസ്റ്റ് ചെയ്യുന്ന, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡീപ്പ് വാട്ടർ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ദ ഊസ് ദാറ്റ് form bulk of some of such deposit consist of small organisms collectively called planktons. Okay, ഇതുകൊണ്ട് അതായത് ഊസ് ദാറ്റ് ഫോം ബൾക്ക് ഓഫ് സം സച്ച് ഡെപ്പോസിറ്റ്സ്, ഈ ഡെപ്പോസിറ്റ്സ് ഉള്ള ഈ ഊസിന് ഇത് ഫോം ചെയ്യുന്ന കളക്റ്റീവ്ലി ഇതിന് എന്തെന്ന് പറയും? പ്ലാങ്ക്ടൺസ് എന്നാണ് പറയുന്നത്. ഓക്കെ, death and decay of these organisms and plants followed by their accumulation in regular and irregular shapes eventually result in huge deposition. ഈ ഓർഗാനിസത്തിൻ്റെ അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെയും ഡെത്തും ഡീക്കേയും ഒക്കെ കൊണ്ട് എന്ത് ചെയ്യും? ഇത് അക്യുമുലേറ്റ് ചെയ്യും. ഇത് ഓരോ സ്ഥലത്ത് അക്യുമുലേറ്റ് ചെയ്യും. ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്ന ഇതെന്താണ്? റെഗുലർ അല്ലെങ്കിൽ ഇറഗുലർ ഷേപ്സിലായിരിക്കും എന്ത് ചെയ്യുന്നത്? അക്യുമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അവസാനം എന്താവും? ഒരു ഹ്യൂജ് ഡെപ്പോസിറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. Sometimes these deposits take the shape of extensive ridge-like formation that are partly or totally submerged under seawater, thereby creating a great risk for ship and boats navigating on the sea. ചില സമയത്ത് ഈ ഡെപ്പോസിറ്റ് എന്ത് ചെയ്യും? ഈ റിഡ്ജിൻ്റെ, അതായത് റിഡ്ജ് പോലത്തെ റിഡ്ജിൻ്റെ ഷേപ്പിൽ ആയി വരും. ഓക്കെ, അപ്പോൾ അത് എന്താ ഇൻലൻഡ് നാവിഗേഷൻ അല്ലെങ്കിൽ ബോട്ട്സിനും ഷിപ്സിനൊക്കെ സീയിൽ നാവിഗേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാക്കും. അങ്ങനെയുള്ള ഈ ഡെപ്പോസിറ്റ്സിന്, അതായത് ഈ പ്ലാങ്ക്ടണും ഈ ഡീക്കേ ആയിട്ട് ഡെത്ത് ഓർഗാനിസത്തിൻ്റെ ഈ ഡെപ്പോസിറ്റ് ഇല്ലേ, ആ ഹ്യൂജ് ഡെപ്പോസിറ്റിനെ നമ്മൾ എന്താണ് പറയുന്നത്? റീഫ്സ് എന്നാണ് പറയുന്നത്. സോ റീഫ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. കോറൽ റീഫ്സ്. These are particular type of ridge like marine deposits that have been formed due to accumulation of dead parts of certain type of sea organism. Certain type of sea organisms, this organismsന്റെ ഡെഡ് പാർട്ട് അക്യുമുലേറ്റ് ചെയ്തുണ്ടാകുന്ന ഒരു റിഡ്ജ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് എന്തെന്ന് പറയുന്നത്? കോറൽ റീഫ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കോറൽ എന്ന് വെച്ചാൽ എന്താ? ആ ടൈപ്പ് ഓഫ് കാൽസ്യം സെക്രീറ്റിംഗ് ഓർഗാനിസം, അതിനെയാണ് കോറൽ എന്ന് പറയുന്നത്. പ്രിഡോമിനേറ്റ് എമംഗ് ദി സോഴ്സ് ഓർഗാനിസം ഫോർ സച്ച് റീഫ്സ്, ഹെൻസ് ദേ ആർ കോമൺലി ഡെസിഗ്നേറ്റഡ് ആസ് കോറൽ റീഫ്. അതുകൊണ്ടാണ് കോറൽ റീഫ് എന്ന് ഇതിനെ പറയുന്നത്. This reef may or may not be visible above the sea water depending upon the tide. ടൈഡിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ചിലപ്പോൾ നമുക്ക് റീഫിനെ നമുക്ക് കാണാൻ പറ്റില്ല.
ഓക്കെ, വിസിബിൾ ആയിരിക്കില്ല. സീ വാട്ടറിൻ്റെ മുകളിലോട്ട് അത് വിസിബിൾ ആയിരിക്കില്ല, ചില സമയത്ത് അത് വിസിബിൾ ആയിരിക്കും. അക്കോർഡിംഗ് ടു ഡാർവിൻ, who first studied about coral reefs, they are mainly of 3 types. കോറൽ റീഫിനെ കുറിച്ച് ആദ്യം സ്റ്റഡി ചെയ്ത ആരാണ്? ഡാർവിനാണ്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ഹിം 3 ടൈപ്പ് റീഫ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഫ്രിങ്കിങ് റീഫ്സ്, ബാരിയർ റീഫ്സ്, അതുപോലെ അറ്റോൾസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? ഫ്രിങ്കിങ് reefs. These are thin tabular sheets of coral accumulations that are developed along the border of a mainland coast or along the rim of an island. ഒരു മെയിൻലാൻഡ് കോസ്റ്റിൻ്റെ ഒരു മെയിൻലാൻഡിലോ അല്ലെങ്കിൽ ഐലൻഡിൻ്റെ റിംസിലോ വരുന്ന എന്താണ്? കോറൽ അക്യുമുലേഷൻസ്, അതായത് ടാബുലർ ഷീറ്റ്സ് ഓഫ് കോറൽ അക്യുമുലേഷൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്രിങ്കിങ് റീഫ്സ് എന്ന് പറയുന്നത്. ഓക്കെ, when they accumulate on border region of islands, they appear like a ring-shaped deposit around the island during the low tide. low tide സമയത്ത് ഇത് ഐലൻഡിൻ്റെ ബോർഡർ റീജിയൻസിൽ ഒരു റിംഗ് ലൈക്ക് ഷേപ്പ് ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, a simple fringing reef is a reef has a steeply sloping sea front and flat pavement surface covered with veneers of growth. ഓക്കെ, അപ്പോൾ ഒരു സിമ്പിൾ ഫ്രിങ്കിങ് റീഫിന് എന്താണ്? സ്റ്റീപ്പി സ്ലോപ്പ് സീ ഫ്രണ്ട് ആയിരിക്കും ഉള്ളത്. പിന്നെ എന്താണുള്ളത്? ഫ്ലാറ്റ് പേയ്മെൻറ്റ് സർഫസും ഉണ്ടായിരിക്കും, വിച്ച് ഈസ് കവേർഡ് ബൈ വീനേഴ്സ് ഓഫ് ഗ്രോത്ത്. ഓക്കെ, സോ ഇതാണ് കോറൽ റീഫ്സ്. ഇത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, ടി വിയിലൊക്കെ നമ്മൾ കാണുന്നതാണ്. ഓക്കെ, ഇതിനാണ് കോറൽ റീഫ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്? രണ്ടാമത്തത് ബാരിയർ റീഫ്സ്. These are more common type of reef and occur at a distance from the shore or the island, running in the form of parallel flat topped ridge. Parallel flat topped ridge ഷേപ്പിലുള്ള ഐലൻഡിലായിരിക്കും കാണുന്നതാണിത്, ഷോർസിൽ കാണുന്നതാണിത്, വിച്ച് ഈസ് എ മോർ കോമൺ ടൈപ്പ് ഓഫ് റീഫ്. ഓക്കെ, occur at a distance from the shore or the island, running in the form of, അതായത് പാരലൽ അല്ലെങ്കിൽ ഫ്ലാറ്റ് ടോപ്ഡ് റിഡ്ജ് ഷേപ്പിലുള്ള ഐലൻഡിൽ കാണുന്നതാണ് എന്തെന്ന് പറയുന്നത്? ബാരിയർ റീഫ്സ് എന്ന് പറയുന്നത്. There is a body of water in between called lagoons that separate the reef from the shore or the island. ഈ ഷോറിനെ അല്ലെങ്കിൽ ഈ ഐലൻഡ്സിനെ എന്താണ് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബോഡി ഉണ്ട് എൻ്റെ ഇടയിൽ, ബോഡി ഓഫ് വാട്ടർ. അതിനെ എന്തെന്ന് പറയും? ലഗൂൺസ് എന്നാണ് പറയുന്നത്. The ridge may be continuous or broken here and there. It has a steep slope facing the sea and a gentle slope towards the lagoon. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂസ് അല്ലെങ്കിൽ ബ്രോക്കൺ ഹിയർ ആൻഡ് ദെയർ. റിഡ്ജ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് ബ്രോക്ക് ചെയ്ത് ഇരിക്കുന്ന ഒരു ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. അതിനെന്തുണ്ട്? ഒരു സീ ഫേസിങ് സ്റ്റീപ്പ് സ്ലോപ്പും ഉണ്ട്, ജെൻറ്റിൽ സ്ലോപ്പ് ടുവേർഡ്സ് ലഗൂൺ. ലഗൂൺസിലോട്ട് എന്തുണ്ട്? ഒരു ജെൻറ്റിൽ സ്ലോപ്സും ഇതിന് ഉണ്ടായിരിക്കും. ഇതാണ് ഗ്രേറ്റ് ബാരിയർ റീഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത് ബാരിയർ റീഫ്സ്. ഇനി എന്താണ് അറ്റോൾസ്? An atoll is essentially an annular, circular or semicircular coral reef. അത് ആനുലർ അല്ലെങ്കിൽ സർക്കുലർ അല്ലെങ്കിൽ സെമി സർക്കുലർ ഷേപ്പിലുള്ള കോറൽ റീഫ്സ് ആണ് അറ്റോൾസ് എന്ന് പറയുന്നത്. സറൗണ്ടിങ് a central body of water that is as usual called lagoons. Surrounded by lagoons. ഒരു സെൻട്രൽ ബോഡി ഓഫ് വാട്ടറിന് സറൗണ്ട് ആയിട്ടായിരിക്കും ഇത് ഇരിക്കുന്നത്. In a typical atolls, the ring made of coral deposits may be continuous or discontinuous. More often broke at place. ഒരു ടിപ്പിക്കൽ അറ്റോൾ ആണെങ്കിൽ എന്താണ്? ഈ കോറൽ ഡെപ്പോസിറ്റിൻ്റെ ആ റിങ് എന്ന് പറഞ്ഞത് കണ്ടിന്യൂസും ആവാം, ചിലപ്പോൾ ഡിസ്കണ്ടിന്യൂസ് ആവാം. പക്ഷേ മോർ ഓഫൺ എന്താണ്? ബ്രോക്കൺ അറ്റ് പ്ലേസസ്, അതായത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ് പൊതുവെ കാണപ്പെടുന്നത്. The top of an atoll is generally flat and pavement like in appearance. ഇതിൻ്റെ ടോപ്പ് പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പേയ്മെൻറ്റ് ഫ്ലാറ്റ് ആയിരിക്കും. ഓക്കെ, ഫ്ലാറ്റ് ആയിട്ടായിരിക്കും കാണുന്നത്.
ഇതൊരു ആക്റ്റീവ് വോൾക്കാനോ ആണ് ഫസ്റ്റ് ഫിഗറിൽ നമ്മൾ കാണുന്നത്. സെക്കൻഡ് ഫിഗറിൽ എന്താണ്? ഫ്രിങ്കിങ് റീഫ്സ് ആണ് കാണുന്നത്. തേർഡ് ഫിഗർ ആയപ്പോൾ എന്തായി? അതാണ് ബാരിയർ റീഫ്സ് ആണ്. ഓക്കെ, ലാസ്റ്റ് ഫിഗറിൽ എന്തായി? എറ്റോളായി. ഓക്കെ, ഇങ്ങനെയാണ് എറ്റോൾ ഫോർമേഷൻ നടക്കുന്നത്. ഇൻഡോ പസഫിക്കിൽ ഒരു എറ്റോൾ ഫോർമേഷനാണ് ഫിഗറിൽ കാണുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് എന്താണ് പ്ലാൻ നോക്കുമ്പോൾ, അതായത് ഈ റീഫ്സിൻ്റെ നമുക്ക് മനസ്സിലാവും. ആദ്യത്തെ എന്താണ് കാണിച്ചിരിക്കുന്നത്? ഫ്രിങ്കിങ് റീഫ്സ്. ഓക്കെ, അടുത്ത എന്താണ്? ബാരിയർ റീഫ്സ് എങ്ങനെയാണ്? ഇതിന് ചുറ്റും സറൗണ്ടഡ് ബൈ ലഗൂൺസ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അറ്റോൾസിന് എങ്ങനെയാണ്? ലഗൂൺസ്. അകത്ത് എന്താണ്? ലഗൂൺസ് ആയിരിക്കും അതിനകത്തുള്ളത്. ഓക്കെ, സെൻട്രൽ ലഗൂൺസ് എന്ന് പറഞ്ഞായിരുന്നു. മനസ്സിലായല്ലോ? ഇനി റീഫ്സ് എങ്ങനെയാണ് ഒറിജിനേറ്റഡ് ആവുന്നത്, അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് റീഫ്സ്, എങ്ങനെ റീഫ്സ് ഉണ്ടായി എന്ന് നമുക്കൊന്ന് കുറച്ച് നോക്കാം. They are known to grow only in relatively warm water and at depth range between 20 to 60 meter. Relatively warm water എന്ന് പറയുമ്പോഴത്തേക്കും 68 to 78 ഡിഗ്രി ഫാരൻഹൈറ്റിലുള്ള വാട്ടർ, ആൻഡ് ഡെപ്ത് എന്ന് പറയുന്നത് എന്താണ്? 20 to 60 മീറ്റർ ഡെപ്തിലായിരിക്കും റീഫ്സ് എന്താണ് ഗ്രോ ചെയ്യുന്നത്. ഓക്കെ, ദ സീ വാട്ടർ ഷുഡ് ബി ക്ലിയർ ആൻഡ് സോൾട്ടിഷ്. സീ വാട്ടർ എന്തായിരിക്കും? ക്ലിയർ ആയിരിക്കും, അതുപോലെ സോൾട്ടിഷും ആയിരിക്കും. ദ ഡയറക്ഷൻ ഓഫ് വിൻഡ് ഈസ് ഓൾസോ നോൺ ടു എക്സേർട്ട് കൺസിഡറബിൾ ഇൻഫ്ലുവൻസ് ഓൺ ദി ഗ്രോത്ത് ഓഫ് ദി കോറൽസ്. കോറൽസിൻ്റെ ഗ്രോത്തിനെ ഈ ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംഭവം എന്താണ്? വിൻഡാണ്. വിൻഡിൻ്റെ ഡയറക്ഷനും കോറൽ റീഫ്സിൻ്റെ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. കോറൽ ഗ്രോസ് ഇൻ കോളനീസ് അതായത് ഒറ്റയ്ക്ക് സെപ്പറേറ്റഡ് ആയിട്ടായിരിക്കില്ല, കോളനീസ് ആയിട്ട് ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും കോറൽസ് എന്ത് ചെയ്യുന്നത്? ഗ്രോ ചെയ്യുന്നത്. കോറൽ റീഫ്സ് ഒക്കെ കണ്ടുപിടിച്ച ആരാണെന്ന് പറഞ്ഞു? ഡാർവിൻ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഡാർവിൻ സജസ്റ്റ് ദാറ്റ് ദി കോറൽ റീഫ്സ് ആർ ഫോംഡ് ഓൺ എ സബ്സൈഡിങ് ഓർ സിങ്കിങ് പ്ലാറ്റ്ഫോം വിച്ച് ഈസ് ഫോംഡ് ഡ്യൂ ടു ദ ഒക്കറൻസ് ഓഫ് എർത്ത് ക്വേക്ക് ഓൺ ദി സീ ഫ്ലോർ. സീ ഫ്ലോറിൽ എർത്ത് ക്വേക്ക് ഉണ്ടായി അവിടെയാണ്, അതായത് ഒരു സിങ്കിങ് പ്ലാറ്റ്ഫോം, അവിടെയാണ് എന്തുണ്ടായത്? കോറൽ റീഫ്സ് ഉണ്ടായതെന്നാണ്. കോറൽ റീഫ്സ് അവിടെയാണ് ഫോം ചെയ്തതെന്നാണ് ആര് സജസ്റ്റ് ചെയ്തത്? ഡാർവിൻ സജസ്റ്റ് ചെയ്തത്. ഓക്കെ, according to Darwin, the three type of reefs, the fringing reefs, the barrier reefs, the atolls, actually represent 3 stages in the development of a single reef deposit. ഒരു സിംഗിൾ റീഫ് ഡെപ്പോസിറ്റിൻ്റെ ഫോർമേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് ആണ് ഈ പറഞ്ഞതുപോലെയുള്ള എന്താണ് ഫ്ലിങ്കിങ് റീഫ്സും അതുപോലെ ബാരിയർ റീഫ്സും അറ്റോൾസൊക്കെ ഇതിൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലുള്ള ഓരോരോ ഘട്ടമാണെന്നാണ് ആര് പറയുന്നത്? ഡാർവിൻ പറയുന്നത്. ഓക്കെ, ഡാലി ഹാസ് however suggested origin of reefs on the basis of glacial control theory. ഡാലി എങ്ങനെയാണ് ഒറിജിൻ ഓഫ് റീഫ് സജസ്റ്റ് ചെയ്തത്? ബേസിസ് ഓഫ് ദി ഗ്ലേഷ്യൽ കൺട്രോൾ തിയറി. ഗ്ലേഷ്യൽ കൺട്രോൾ തിയറിയുടെ ബേസിസിൽ റീഫ്സിൻ്റെ ഒറിജിൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. According to him, the submergence of an old reef framework is due to rise in the sea level because of melting ice. ഓക്കെ, ഡാലി എന്താണ് പറയുന്നത്? അക്കോർഡിംഗ് ടു ദ സബ്മർജൻസ് ഓഫ് ആൻ ഓൾഡ് റീഫ് ഫ്രെയിംവർക്ക് സബ്മർജൻസ് ഓഫ് ഓൾഡ് റീഫ് ഫ്രെയിംവർക്ക് എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ റൈസ് ഇൻ ദ സീ ലെവൽ ബിക്കോസ് ഓഫ് ദി മെൽറ്റിംഗ് ഓഫ് ഐസ് മെൽറ്റ് ചെയ്ത് സീ ലെവൽ റൈസ് ചെയ്തതുകൊണ്ടാണ് ഇതുണ്ടായതെന്നാണ് ആര് പറയുന്നത്? ഡാലി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. എന്താണ് ജിയോളജിക്കൽ പ്രോസസ്സ്, വേവ്സും കറൻറ്റും എങ്ങനെയാണ് ഇതിനെ എഫക്റ്റ് ചെയ്യുന്നത്, ജിയോളജിക്കൽ പ്രോസസ്സിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. സോ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.